മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്റിൽ അടിയന്തര ചർച്ച വേണമെന്ന് കോൺഗ്രസ്. വിഷയമുന്നയിച്ച് കോൺഗ്രസ് എംപിമാർ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, പുതിയ ഡാം നിർമ്മിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, ബന്നി ബെഹനാൻ എംപി എന്നിവരാണ് നോട്ടീസ് നൽകിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻ കുര്യാക്കോസ് എംപി നോട്ടീസിൽ പറയുന്നു. വയനാട് ദുരന്തത്തിനു ശേഷം ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഒരാശങ്കയാണ്. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നുള്ള ആ മുദ്രാവാക്യം പാലിക്കുന്ന തരത്തിലേക്ക് NDSAയുടെ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ആക്ടിവിറ്റീസ് കടത്തിവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം എന്നുള്ള ഒരു അടിയന്തരമായിട്ടുള്ള ആവശ്യം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. അതോടൊപ്പം തന്നെ കോംപ്രിഹെൻസീവ് വളരെ സമഗ്രമായിട്ടുള്ള സേഫ്റ്റി ഇവാലുവേഷൻ അത് നടത്തണമെന്നുള്ള സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് 2 വർഷമായിട്ടും പാലിക്കപ്പെടാത്തതായിട്ടുള്ള ഒരു പ്രശ്നവും നിലനിൽക്കുന്നു. ജനങ്ങൾ ആശങ്കപ്പെടുന്നതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ല. നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ ഇരകളാക്കി മാറ്റാൻ പോകുന്നു എന്ന് പ്രവചിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹാദുരന്തമാണ് ഒരു ജലബോംബായി മുല്ലപ്പെരിയാർ ഒരു ജലബോംബായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ആശങ്ക ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. നമ്മൾ തമിഴ്നാടിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനവും നടത്തുന്നില്ല. അവർക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കണം, അതിന് കേരളം തയ്യാറാണ്, നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നടപടികളിലേക്ക് കടക്കാൻ കേരളവും കേന്ദ്ര ഗവൺമെന്റും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു ആവശ്യം MP എന്നുള്ള നിലയിൽ ഞാൻ ഉന്നയിക്കുകയാണ്.